തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ മേഖലാ ജാഥയുടെ ക്യാപ്റ്റനാകാൻ ജോസ് കെ മാണി ഇല്ല എന്ന വാർത്ത വരുന്നുണ്ടെങ്കിൽ അത് രാജ്യസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ടോ വിദേശ സന്ദർശനത്തിലുള്ളതുകൊണ്ടോ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ വിശ്വസിക്കാൻ ഇച്ചിരി പാടുണ്ട്. അപ്പോൾ റോഷി അഗസ്റ്റിന് അങ്ങനെ വിടാൻ മുന്നണിയിൽ നിന്ന് വിടാൻ ആ പാർട്ടിയും ജോസും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണാർത്ഥത്തിൽ ആ പാർട്ടിയിൽ അണികൾക്കും നേതാക്കൾക്കും സമ്മതമില്ലാത്തൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണോ കരുതുന്നത്? അതോ റോഷിയെയും കൂടി സമ്മതിപ്പിക്കാനുള്ള നീക്കം സഭാ നേതൃത്വത്തിൽ UDF നേതാക്കൾ കൂടി ഇടപെട്ട് നടക്കുന്നുണ്ടാവുമോ? അതായത് ഏത് വിധേനയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ LDFിനൊപ്പം ഉറപ്പിച്ചു നിർത്തുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് കഴിഞ്ഞ കുറേ നാളുകളായി CPM പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഉന്നയിച്ചിട്ടുള്ള ഏതാണ്ട് എല്ലാ ആവശ്യങ്ങളും എല്ലാ കാലത്തും നടപ്പിലാക്കി കൊടുക്കുകയും അവരെ പിണക്കാതെ ഒപ്പം നിർത്തുകയും ഒക്കെ ചെയ്തിരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ഏത് സമയത്തും മാണി വിഭാഗം തിരികെ UDFിലേക്ക് പോകുമെന്നുള്ള ഒരു ആശങ്ക എല്ലാ ഘട്ടത്തിലും LDFിന് CPMന് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും അതിൻ്റെ കാരണങ്ങളൊന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്ന് പറയുന്നത് എന്നും എല്ലാ കാലവും ഒരു UDF മൈൻഡ് സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നമുക്കറിയാം അവർ എത്ര കാലം LDFിനൊപ്പം നിന്നാലും പൊളിറ്റിക്കലി അവരൊരു UDF മൈൻഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള പാർട്ടി എന്ന നിലയ്ക്ക് അവർ തിരികെ മടങ്ങിപ്പോകാനുള്ള സാധ്യത CPM അടക്കം LDFിലെ മറ്റ് കക്ഷികളൊക്കെ ഏത് സമയത്തും പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് പക്ഷേ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് സംഭവിച്ചതുകൊണ്ട് തങ്ങളുടെ ഒരു കൈപ്പിഴ കൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി വിട്ട് പോവരുത് എന്നൊരു നിലപാട് എല്ലാ കാലത്തും CPMനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് CPM പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവർ ഉന്നയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാ കാലത്തും അനുകൂലമായ ഒരു നിലപാടെടുത്തത്. ഇത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റോഷി അഗസ്റ്റിനും റോഷിയെ അനുകൂലിക്കുന്ന LDFിനൊപ്പം നിൽക്കണമെന്ന് പറയുന്ന ആളുകളും ഇതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിലൊന്നായി, അതായത് LDFിനൊപ്പം നിൽക്കണമെന്നതിൻ്റെ കാരണങ്ങളൊന്നായി ഉയർത്തി കാണിക്കുന്ന കാരണങ്ങളിൽ ഒന്നിതാണ്. അതായത് എല്ലാ കാലത്തും ഇവർ ഉന്നയിച്ചിട്ടുള്ള അവരുടെ ആവശ്യങ്ങളെല്ലാം നടപ്പിലാക്കി തന്നിട്ടുണ്ട് എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന്, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ മുന്നണിയിൽ നിന്ന് പുറത്താക്കി, UDFിൽ നിന്ന് പുറത്താക്കി വഴിയരികിൽ നിൽക്കുന്ന സമയത്ത് ഒരു എല്ലാ ആശയമറ്റ് വഴിയരികിൽ നിൽക്കുന്ന സമയത്ത് അവരെ കൈപിടിച്ച് മുന്നണിക്കൊപ്പം ചേർത്തത് പിണറായി വിജയനാണ്. എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് പിണറായി വിജയനാണ്. അതുകൊണ്ട് ആ പിണറായി വിജയനെയും LDF എന്ന് പറയുന്ന മുന്നണിയും ചതിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ കൂറുമാറ്റം ശരിയല്ല, അത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേർന്നതല്ല എന്ന നിലപാടാണ് റോഷിയെ അനുകൂലിക്കുന്ന പ്രമോദ് നാരായണനെയൊക്കെ പോലുള്ള ആളുകളും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിനെ പൂർണ്ണ അർത്ഥത്തിൽ മറുവിഭാഗം അംഗീകരിക്കുന്നില്ല. അവർക്ക് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് LDF പോകുന്നു. അതുകൊണ്ട് ആ മുന്നണിക്കൊപ്പം നിന്നാൽ അത് അപകടകരമായ ഒരു രാഷ്ട്രീയ നീക്കമാണ്. അതുകൊണ്ട് UDFിനൊപ്പം ചേരുക. UDF എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UDF പൊളിറ്റിക്സ് ആണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റേത്. ഇതൊരു താൽക്കാലിക ഇടം മാത്രമായിരുന്നു. അതുകൊണ്ട് തിരികെ ആ മുന്നണിയിലേക്ക് തന്നെ മടങ്ങുക എന്നൊരു ചിന്ത അല്ലെങ്കിൽ അത്തരമൊരു ചർച്ച സജീവമായി തന്നെ ആ മണി വിഭാഗത്തിനൊപ്പമുണ്ട്. അതിന് സഭയുടെ പിന്തുണയുണ്ട്. ഒപ്പം മറ്റ് ചില സമുദായ സംഘടനകളിൽ നിന്നുള്ള ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനൊപ്പമാണ് കുഞ്ഞാലിക്കുട്ടി അടക്കം ഉള്ള UDFിലെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ തന്നെ ഈ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു എന്നത്. തിരുവമ്പാടി അടക്കം ലീഗിന്റെ കയ്യിലുള്ള ചില സീറ്റുകളടക്കം വേണ്ടി വന്നാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നൽകാം എന്നുള്ള വാഗ്ദാനം പോലും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മാണി വിഭാഗം മത്സരിച്ച സീറ്റുകൾ എവിടെയാണോ അതൊക്കെ നൽകാം, അതിൻ്റെ കൂടെ 1-2 സീറ്റുകൾ കൂടി കൂടുതൽ നൽകാം എന്ന നിലപാട് പോലും കുഞ്ഞാലിക്കുട്ടി അനൗദ്യോഗികമായി നടത്തിയ ചില ചർച്ചകളിൽ ജോസ് കെ മാണിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുള്ളത്. എന്തായാലും ഈ ഒരു നീക്കത്തിൽ എന്താണ് സംഭവിക്കുക എന്നതിൻ്റെ ഒരു ആകാംക്ഷ സ്വാഭാവികമായും ഉണ്ട്. അത് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒന്നടങ്കം LDFിൽ നിന്ന് UDFിലേക്ക് കളം മാറുമോ അതെയോ ആ പാർട്ടി വീണ്ടും ഒരു പിളർപ്പിനെ നേരിടുമോ എന്ന രാഷ്ട്രീയ ചോദ്യം കൂടി ബാക്കി വെക്കുന്നുണ്ട്, രാഷ്ട്രീയ കൗതുകം കൂടി ബാക്കി വെക്കുന്നുണ്ട് ഈ ചർച്ചകൾ എന്ന് പറയാതിരിക്കാനാവില്ല. എന്തായാലും ജോസ് കെ മാണി ഇപ്പോൾ നിലവിൽ ദുബായിലാണുള്ളത്. അവിടെ വ്യക്തിപരമായ ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജോസ് കെ മാണി ദുബായ് സന്ദർശനം നടത്തുന്നത്. അത് തിരികെ എത്തുമ്പോഴേക്കും
ജോസ് കെ മാണി തിരികെ എത്തുമ്പോഴേക്കും ഇത് സംബന്ധിച്ച ചർച്ചകളിൽ ഒരു ഏകദേശ രൂപം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 16-ാം തീയതി അവരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്നായി ഒരുപക്ഷെ ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു ചോദ്യം, ജോസ് കെ മാണി ഈ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുമോ എന്നതാണ്. അങ്ങനെ ഏറ്റെടുക്കുന്നില്ല എന്നൊരു നിലപാടിലേക്കാണ് ജോസ് കെ മാണി പോകുന്നതെങ്കിൽ കൃത്യമായി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറപ്പിക്കാം, UDF വീട്ടിലേക്ക് കേരള കോൺഗ്രസ് പോകാൻ മാനസികമായി തയ്യാറെടുത്തിരിക്കുന്നു എന്നതാണ് അതിൻ്റെ കൃത്യമായ സൂചന. എന്തായാലും മറുഭാഗവും വെറുതെ ഇരിക്കുന്നില്ല. CPM അടക്കമുള്ള CPMന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ കേരള കോൺഗ്രസിൻ്റെ നേതാക്കളുമായി ചില ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണ അർത്ഥത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒപ്പം നിന്നില്ലെങ്കിലും LDFനൊപ്പം നിൽക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന റോഷി അടക്കമുള്ള വിഭാഗങ്ങളെ LDFനൊപ്പം നിർത്താൻ കഴിയുമോ എന്നുള്ള ചർച്ചകൾ കൂടിയാണ് ഈ